അസ്സാം വലൈക്കും. ഇപ്പം ഇന്നെടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും ക്രൈസ്തവ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇനി വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, അന്ത്യനാളിനോട് അടുപ്പിച്ചാണ് ഈസാ നബിയുടെ വരവ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. മറ്റൊന്ന്, ബൈബിളിൽ പറയുന്നുണ്ട്, എനിക്ക് ശേഷം അഥവാ ജീസസിന് ശേഷം സത്യാത്മാവ് വരും, അപ്പോൾ അവർ നിങ്ങളെ യഥാർത്ഥ വഴിയിലൂടെ സത്യത്തിന്റെ പാതയിൽ നടത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളതും അതും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവാണ്. യോഹന്നാൻ 16:1, 7, 8, 9. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങൾ അടുക്കലേക്ക് അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ചും പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട്. പിതാവിന്റെ അടുക്കിലേക്ക് പോയാൽ നിങ്ങൾ ഒരിക്കലും നിന്നെ കാണൂല എന്ന് ഇവിടെ പറയുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാം. നീതിയെക്കുറിച്ച് ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ടും ന്യായവിധിയെക്കുറിച്ചും തന്നെ ഇനി നിങ്ങളോട് പറയാനുണ്ട്. എന്നാൽ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴേ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കും. വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കുള്ളതിൽ എന്ന് പറയുമ്പോൾ ഏതാണ്? വിശുദ്ധ ഖുർആനിന് മുന്നേ വന്ന ഗ്രന്ഥം, അതിലുള്ളതിൽ നിന്ന് വിശുദ്ധ ഖുർആനിൽ സാമ്യത ഉണ്ട് എന്ന് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജീസസ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ ഫോളോ ചെയ്യാനാണ് പറയുന്നത്, അതേ വിശ്വസിക്കാനാണ് പറയുന്നത്. നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തിലേക്കാണ് നടത്തുക എന്നാണ് ഇവിടെ യോഹന്നാൻ 16 പറയുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ യോഹന്നാൻ 13:19 പറയുന്നത്, അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മശീഹ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അത് സംഭവിക്കും മുന്നേ നിങ്ങളോട് പറയണം. ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുന്നേ പറയുന്നുണ്ട് എന്നെ നിങ്ങൾ കാണൂലാന്ന്, പക്ഷെ ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ ജീസസ് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഒരു വ്യക്തി പറഞ്ഞു തരാന്ന് വിചാരിക്കുക. അപ്പൊ അത് നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ അത് വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾ ജീസസിനെ കൈക്കൊള്ളും, അഥവാ നിങ്ങളുടെ പ്രവാചകനെ നിങ്ങൾ കൈക്കൊള്ളും. എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. അപ്പൊ എന്നെ കൈക്കൊള്ളുന്നവൻ എന്ന് പറയുമ്പോൾ ആ പ്രവാചകനെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ, ആ വാക്കിനെ അനുസരിക്കുന്നതിലൂടെ എന്താണ്, യഥാർത്ഥ സൃഷ്ടാവിനെയാണ് കൈക്കൊള്ളുന്നത്. അതായത് എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. യോഹന്നാൻ 13:19 പറയുന്നത്. ഇനി യോഹന്നാൻ 14:26 പറയുന്നത്, എങ്കിൽ പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നിങ്ങളോട് പറഞ്ഞ എല്ലാ കാര്യവും നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് എന്തെല്ലാം കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. അതിന്റെ മുന്നേ അധ്യായം 62 സൂറ ജുമഅയിലെ 2-ാമത്തെ സൂക്തം പറയുന്നത്, അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ തന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യാൻ അവരിൽ നിന്നും തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചവനാവുന്നു അവൻ. തീർച്ചയായും അവർ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. അവരിൽപ്പെട്ട ഇനിയും അവരോടൊപ്പം വന്നു ചേർന്നിട്ടില്ലാത്ത മറ്റുള്ളവരിലേക്കും അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നു. ഇവിടെ പറയുന്നത്, ഇപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയക്കപ്പെട്ട ആ ഒരു കാലഘട്ടത്തെ പറ്റിയിട്ട്, അന്നത്തെ മോശം ജനതയിലേക്കാണ് യഥാർത്ഥ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ അയക്കപ്പെട്ടത്. അവരെ എന്താ പറയാ, യഥാർത്ഥ സത്യത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് സത്യമായ രീതിയിലേക്ക്. അപ്പോൾ അതേ രീതിയിൽ തന്നെ അവരോട് കൂടെ വന്നു ചേർന്നിട്ടില്ലാത്ത മറ്റുള്ളവരിലേക്ക് എന്ന് പറയുമ്പോൾ, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇറക്കപ്പെട്ട കാലഘട്ടത്തിലൊന്നും നമ്മളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ മതി എന്ന് പറയുമ്പോൾ, ഈ വിശുദ്ധ ഖുർആനാണ് അവിടെ പറയുന്നത്. ആ വിശുദ്ധ ഖുർആന്റെ സത്യങ്ങൾ നമ്മളിലേക്കും വന്നെത്തും. പക്ഷെ അത് വേറൊരു വ്യക്തിയിലൂടെ ആയിരിക്കാം, നമ്മളെ ഭാഷയിൽ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന പ്രകാരം അത് മഹദി ഇമാമായിരിക്കാം. ആ ഒരു രീതിയിലാണ് ഇവിടെ പറയുന്നത്. കാരണം റസൂലുള്ളാഹിക്ക് ശേഷം വ്യക്തമായിട്ട് ഖുർആൻ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് മഹദി ഇമാം തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതേപോലെയാണ് ഇവിടെ ബൈബിളിലും സംഭവിക്കുന്നത്. കാരണം യഥാർത്ഥത്തിൽ ഒരു പക്ഷെ ഇനി ഈസാ നബി അല്ലെങ്കിൽ ജീസസ്
തിരിച്ചു വരണമെന്നില്ല. പക്ഷെ ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇനി അതേ നാമത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി വരികയാണെന്നുണ്ടെങ്കിൽ അവരെ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾ എന്നെയാണ് കൈക്കൊള്ളുന്നത്, എന്നെ കൈക്കൊള്ളുന്നതിലൂടെ യഥാർത്ഥ സൃഷ്ടാവിനെയാണ് കൈക്കൊള്ളുന്നതെന്ന് ഇവിടെ യോഹന്നാൻ 13 പറയുന്നത്. അതേപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആനിലും പറഞ്ഞത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തിരിച്ചു വരുന്നില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പകരം ആത്മാവ് അല്ലെങ്കിൽ ആ ദൗത്യം നിർവഹിക്കുന്ന മറ്റൊരു വ്യക്തി വരും. അതുപോലെ തന്നെയാണ് ബൈബിളിലുള്ള ദൗത്യം നിർവഹിക്കാൻ മറ്റൊരു വ്യക്തി വരും. പക്ഷെ ആ നാമത്തിലാണ് അറിയപ്പെടില്ല. കാരണം ഇപ്പൊ വിശുദ്ധ ഖുർആനിലാണ് അതിന്റെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുമ്പോൾ അവർക്ക് നമ്മളൊരു പേര് പറയുന്നുണ്ട്. അതേപോലെ ബൈബിളിലുള്ള സത്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് ഈസാ നബി അല്ലെങ്കിൽ ജീസസിന്റെ ദൗത്യം നിർവഹിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. യോഹന്നാൻ 14:26 പറയണ്ടേ, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. അപ്പൊ വിശുദ്ധ ഖുർആനിൽ ഇറക്കപ്പെട്ട ഈ അവസാന കാലഘട്ടത്തിൽ വരുന്ന ഈ വ്യക്തി തന്നെ ആയിരിക്കാം അത്. അവിടെ വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ തിരിച്ചിങ്ങോട്ടും പറയുന്നത് അത് തന്നെയാണ്, എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ്. അപ്പൊ ഒരു വ്യക്തി ആവാൻ ചാൻസ് ഉണ്ട്. എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ മറ്റൊരു വ്യക്തിയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങളോട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയെന്ന് പറയുന്നുണ്ട്. യോഹന്നാൻ 14 പറയുന്നുണ്ട്. തെസ്സലോനിക്കയിലെ 2:1-10 പറയുന്നുണ്ട്, വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. അപ്പൊ യഥാർത്ഥ സത്യങ്ങൾ വന്നു കഴിഞ്ഞ സമയത്ത് നമ്മളത് വിശ്വസിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നരകാണ് എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് നമ്മുടെ ഇതിൽ മാത്രമല്ല, ബൈബിളില്, ഖുർആനില്, ഭഗവത്ഗീതയിലൊക്കെ യഥാർത്ഥ സത്യങ്ങൾ അവസാനത്തിൽ വരും എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിയമങ്ങൾ. അപ്പൊ അത് മനസ്സിലാക്കാഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ നിരസിച്ചു കഴിഞ്ഞാൽ നമുക്ക് നരകാണെന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. ഇനി ബൈബിളിൽ നിന്ന് അല്ലെങ്കിൽ ജീസസിന്റെ നിർവഹിക്കേണ്ട ദൗത്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറയുന്നുണ്ട്. അഥവാ മുഹമ്മദ് നബി നമുക്ക് പറഞ്ഞു തരുന്നു പറയുന്നുണ്ട്. എനിക്കുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു പറയുന്നതിന്റെ അർത്ഥം അതാണ്. അപ്പൊ എന്താണ് വിശുദ്ധ ഖുർആനിലുള്ള പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ബൈബിളിൽ നിന്നെടുത്ത അല്ലെങ്കിൽ ബൈബിളിലെ സാമ്യതയുള്ള ആ കാര്യം എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷെ അതിന്റെ മുന്നേ അധ്യായം 33 സൂറ അസ്-സുഹ്റൂഫിൽ 61-66 വരെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. തീർച്ചയായും അദ്ദേഹം അന്ത്യസമയത്തിനുള്ള ഒരു അറിയിപ്പാകുന്നു. അതിനാൽ അതിനെപ്പറ്റി നിങ്ങൾ സംശയിച്ചു പോകരുത്, എന്നാൽ നിങ്ങൾ പിന്തുടരുക, ഇതാവുന്നു നേരായ പാത. അപ്പൊ ഇവിടെ ഈസാ നബിനെ പറ്റിയിട്ടാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. പിശാച് അതിൽ നിന്ന് നിങ്ങളെ തടയാതിരിക്കട്ടെ, തീർച്ചയായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാകുന്നു. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് തീർച്ചയായും അദ്ദേഹം അന്ത്യസമയത്തിനുള്ള ഒരു അറിയിപ്പാകുന്നു എന്ന്. അപ്പോൾ ഈസാ നബി അന്ത്യസമയത്തിലുള്ള അറിയിപ്പാകുന്നു എന്ന് പറയുമ്പോൾ അവസാന ഘട്ടത്തിൽ ഈസാ നബിയുടെ ദൗത്യം നിറവേറുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അതോട് കൂടിയിട്ടാണ് അന്ത്യത്തിനുള്ള തയ്യാറെടുപ്പ് എന്ന് മനസ്സിലാക്കുക. ഇനി എന്നെ നിങ്ങൾ പിന്തുടരുക, ഇതാണ് നേരായ പാത എന്ന് പറയുന്നുണ്ട്. പിശാച് അതിൽ നിന്ന് നിങ്ങളെ തടയാതിരിക്കട്ടെ, തീർച്ചയായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാകുന്നു. അപ്പം ഏത് പ്രവാചകന്മാർ ഏത് കാലഘട്ടത്തിലും അള്ളാന്റെ ദൃഷ്ടാന്തം കൊണ്ട് വരുന്ന സമയത്തൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. കാരണം പിശാച് അവിടെ ഹൃദയത്തിലെ ദുർബോധനം നടത്തും. അപ്പൊ അതുവഴി എന്ത് ചെയ്യും, അവർ വിശ്വസിക്കാതാവും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പ്രത്യേകം, പിശാച് അതിൽ നിന്നും നിങ്ങളെ തടയാതിരിക്കട്ടെ, തീർച്ചയായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാകുന്നു. വ്യക്തമായ തെളിവും കൊണ്ട് ഈസ വന്നിട്ട് പ്രകാരം പറഞ്ഞു, തീർച്ചയായും വിജ്ഞാനവും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾ അഭിപ്രായ ഭിന്നത പുലർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചിലത് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാൻ വേണ്ടി. ആകയാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുകയും. തീർച്ചയായും അള്ളാഹു തന്നെയാണ് എൻ്റെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവും, അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക, ഇതാകുന്നു നേരായ പാത. എന്നിട്ട് അവർക്കിടയിലുള്ള കക്ഷികൾ ഭിന്നിച്ചു. അതിനാൽ അക്രമം പ്രവർത്തിച്ചവർക്ക് വേദനയേറിയ ഒരു ദിവസത്തെ ശിക്ഷ മൂലം നാശം. അവർ ഓർക്കാതിരിക്കുക പെട്ടെന്ന് അന്ത്യസമയം അവർക്ക് വന്നെത്തുന്നതിനല്ലാതെ അവർ നോക്കിയിരിക്കുന്നുണ്ടോന്ന്. അപ്പൊ അവരിലേക്ക് അന്ത്യദിനം വരുന്ന ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അവസാന കാലഘട്ടത്തിൽ ഈസാ നബിന്റെ ദൗത്യത്തെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ യഥാർത്ഥ സൃഷ്ടാവിനെ ആരാധിക്കുക, അതാണ് യഥാർത്ഥ മാർഗം എന്നാണ് ഇവിടെ ഈസാ നബി പറയുന്നുണ്ട് ഖുർആനിലൂടെ. അപ്പോൾ ബൈബിളിലും ഖുർആനിലും യഥാർത്ഥ നിയമങ്ങളും ഒന്ന് തന്നെയാണ്. സൃഷ്ടാവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ സെയിമാണ്. അപ്പൊ ആ നിയമങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ സൃഷ്ടാവ് അള്ളാഹു ആണെന്ന് അവിടെ തെളിവ് ബൈബിളിൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ അതിന് നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാം.
അതാണ് ഈസാ നബി ഇവിടെ പറയുന്നത്. ഇനി